ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നൊരു വ്ളോഗായിട്ടാണ്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ യൂട്യൂബിലെ സേവിങ്സ് കൊണ്ട് ഒരു കുഞ്ഞ് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അന്നത്തെ വിശേഷങ്ങളും പിന്നെ നോയിനെ ഫസ്റ്റായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയതേനു കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു വ്ളോഗാണിന്ന്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളെല്ലാവരും തലേ ദിവസം തന്നെ പ്ലാൻ ആക്കിയിട്ടുണ്ടേനു ഇന്ന് ടൗണിൽ പോകണമെന്നല്ലേ. ഫോൺ എടുക്കൽ മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിനെ. ഇന്ന് പത്തിരിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഇട്ടുള്ളത്. ഈ ഗ്രീൻ പീസിൻ്റെ കറി ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന താത്ത വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം പോകണം പറഞ്ഞപ്പം താത്ത പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാണ് കേട്ടോ. അപ്പോൾ പാത്രം കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും. പിന്നെ ഞാനിതാ ചായ എടുക്കുകയാണ്. ചായ ഇവിടെ ഞങ്ങളിങ്ങനെ വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ കുടിക്കുക. എല്ലായിടത്തും ചെറിയ ഗ്ലാസ്സിലാവുമല്ലോ ചായ കുടിക്കുക. നമുക്കിവിടെ കുറേ ചായ വേണേ. അപ്പം രാവിലെ തന്നെ അജഗ് നിറച്ച് ചായ ആക്കി വെക്കും. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്ത് മോന് അനീൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം കുറച്ചായിട്ട് ഇവനക്ക് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം ഇവനും എണീക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ കിടന്ന് ഉറങ്ങലുണ്ടേനു. ഇപ്പം രാവിലെ നേരത്തെ എണീക്കുന്ന സ്വഭാവമാണ്. ഞാൻ മാമാഅർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പോണത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് നല്ലോണം ഗ്ലോ ആക്കും, അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഇതിലങ്ങനെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഭയങ്കര പ്രൈസൊന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത് വരുന്നത്. ഇതിൽ നിന്ന് കുറച്ചെടുത്താൽ തന്നെ മതി, നമ്മൾ ഫുൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അതന്നെ ഉണ്ടാവും. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ്. സാധാരണ ചില മോയ്സ്ചറൈസേഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും, ഇങ്ങനെ ഓയിലി ആയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ വിറ്റാമിൻ സിയും ടേമറിക്കും ആണ്. ഞാൻ ആദ്യം മുഖം ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിയതാണ് കേട്ടോ. എന്നിട്ട് ഈ ക്രീമൊന്ന് കുറച്ചെടുത്തേണ്. അതിനുശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്, നല്ല സുഖമുണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കോഡ് ഉണ്ട്, മലബാർ 2022 എന്ന് പറഞ്ഞിട്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പം മാമാഅർത്തിൻ്റെ പുതിയൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും ആ ഓർഡർ ഒരു നട്ടിട്ടുള്ളൊരു ചെടിയായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് നടാനുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. പിന്നെ ഗുഡ്നെസ് ഇൻസൈഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ലോയാലിറ്റി പ്രോഗ്രാം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങും ഗിഫ്റ്റ്സും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നത്തെ ഒരു കാര്യം, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫേഴ്സും സെയിൽസൊക്കെ നമുക്ക് അറിയാൻ പറ്റുമേ. അപ്പോൾ അതിനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തേണേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഇനി അയൺ ചെയ്യാനുണ്ട്. ഇത് ഞാൻ തലേ ദിവസം ചെയ്താലോന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു, പിന്നെ അവിടെ മടി പിടിച്ചിരുന്ന്. അപ്പോൾ ഇത് മോൻക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ക്യാപ്പാണ് കേട്ടോ. ഇതിൽ നോവ എന്നാണ് എഴുതിയിട്ടുണ്ടായത്. ഞാൻ ആദ്യം ആ പേരിന് വിചാരിച്ചിന്, പിന്നെ ആ ഒരു ഒഴിവാക്കിയതാണ്. അതുപോലെ വൈറ്റ് ക്യാപ്സ് ആണ് കേട്ടോ എനിക്ക് മോൻക്ക് ഇട്ട് കൊടുക്കാൻ ഇഷ്ടം. അപ്പോൾ ഇവനക്കൊരു 3-4 വൈറ്റ് ക്യാപ്പ് ഉണ്ട്, ഇങ്ങനെ ഓഫ് വൈറ്റ് ആയിട്ടും നല്ല വൈറ്റ് ആയിട്ടും ഒക്കെ. പിന്നെ ആ 3 ക്യാപ്പാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 പെയർ സോക്സും, 4 പെയർ സോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവനിടുന്നൊരു സോക്സും കൂടെ. ഇതാണ് ഞാനിന്ന് ഇടാൻ വിചാരിച്ചിട്ടുള്ള ഡ്രസ്സ്. അതും ആ ഒരു ക്യാപ്പ് കൊടുത്ത് വെച്ചാണ്. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ കയ്യിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ പറയാൻ പറ്റില്ലല്ലോ ഇനി ഛർദിക്ക് അല്ലെങ്കിൽ മേത്ത് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 പെയർ ഡ്രസ്സ് എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയൺ ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ ഇവനക്ക് അധികം കിട്ടിയിട്ടുള്ളതൊക്കെ ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇങ്ങനെ കുപ്പായ ഉണ്ടാവും, പിന്നെ അതിലേക്ക് ട്രൗസർ, അതുപോലെ ഒരു വള്ളി ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ ആ ഒരു ടൈപ്പ് ഡ്രസ്സ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ ബാഗ്. എനിക്കങ്ങനെ വലിയ ഡയപ്പർ ബാഗ് വലിയ താല്പര്യമില്ല, അപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പേഴ്സാണ് ഇപ്പം മോൻക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആദ്യം പാമ്പേഴ്സിൻ്റെ എലോവേറ അടങ്ങിയിട്ടുള്ളതേനു ഇട്ടിരുന്നത്. ഇത് ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ബെസ്റ്റ് എന്ന് തന്നെ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം മോനക്ക് യൂസ് ചെയ്തത് ഒരു 2 എക്സ്ട്രായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു 3-4 ഡയപ്പറും കൂടെ എടുത്ത് വെച്ചിട്ട്, പിന്നെ ഇതാ ഈ ഡ്രസ്സസ് മുഴുവനും ഇതിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഈ ബാഗ് കണ്ടു കഴിഞ്ഞാൽ ചെറുതാ തോന്നും, പക്ഷെ ഒരുപാട് സാധനം കൊള്ളേ. R4 റാബിറ്റിൻ്റെ വെറ്റ് വൈപ്സ് ആണ് ഇപ്പം ഞാൻ മോനക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ശരിക്കും ഇതല്ല, ഇതിൻ്റെ വേറൊരു പേർപ്പിൾ കളർ വരുന്നതുണ്ട്, അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇൻഷാല്ല ഇനി ഇത് തീർന്നിട്ട് അത് വാങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ
സോക്സും അതുപോലെ ക്യാപ്സും ഒക്കെ ഞാനിങ്ങനെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് ബിബാണ് കേട്ടോ. മോൻക്ക് ഞാൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ട് ഇത് വേഗം ഇട്ട് കൊടുക്കും. കാരണം ചിലപ്പോൾ ഇനി വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം ബിബ് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു ടവൽ വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ടർക്കി. ഇപ്പം മോൻ അങ്ങനെ ടർക്കിയിൽ നമ്മൾ പൊതിഞ്ഞ് പിടിക്കലില്ല, ജസ്റ്റ് ഇങ്ങനെ ബാഗിൽ വെക്കുക കേട്ടോ ചെയ്യൽ. അതുപോലെ തന്നെ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചാണ്. പിന്നെ മോൻക്ക് കയ്യിൽ പിടിക്കാൻ ഒരു കുഞ്ഞ് ടോയ് ഞാൻ വെക്കുക. ടോയ് എല്ലാം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് വെക്കലുണ്ട്. പിന്നെ ഒരു ക്രീമും വെക്കും. ഇനിയിപ്പം ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്രീമിൻ്റെ സ്മെല്ല് വന്നോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാനിപ്പോൾ എൻ്റെ ഡയപ്പർ ബാഗിൽ കൊണ്ടെടുക്കലുള്ളത്. പിന്നെ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തേനു ഒരു കൊറിയർ വന്നിട്ടുണ്ടായത്. അപ്പോൾ അത് വേഗം ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. നമുക്ക് കൊറിയർ കണ്ടാൽ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തുറന്നിട്ട് ഉള്ളിൽ എന്താണെന്ന് കാണണമല്ലോ. അപ്പം 2 മെറ്റീരിയലാണ്, നമുക്ക് സൽവാർ അടിക്കാനുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇത് സൂരി couture എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് വൺ ദാ ഇങ്ങനെ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല സുഖമുള്ളൊരു ക്ലോത്താണ് കേട്ടോ ഇത്. അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു എംബ്രോയ്ഡറി ഡിസൈന്. പിന്നെ ഇവിടെയൊക്കെ ഇത് ഷോളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഷോളാണ്. ആ ഒരു ടോപ്പിൻ്റെ സെയിം ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് പാൻറ്റിൻ്റെ പീസ്, അത് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറുമാണ്. എനിക്കധികം ഈ ഒരു ടൈപ്പ് കളേഴ്സൊക്കെയാണ് കേട്ടോ ഇഷ്ടം. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഷോളും നല്ല മെറ്റീരിയലാണ്, നമുക്കിങ്ങനെ തലയിലിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ മെറ്റീരിയൽ ഇതാണ്, അതൊരു ബ്ലൂവും പിന്നെ ക്രീമും കൂടെ കൂടിയിട്ടുള്ള കളറ്. ഇതിൻ്റെ ഷോളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇടാനേനു, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടപ്പം നമുക്ക് പുറത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഞാൻ അധികം ഇപ്പോൾ മെറ്റീരിയലാണ് എടുക്കലുള്ളത്, എന്നാൽ പിന്നെ നമ്മൾ അളവിന് തന്നെ അടുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പാൻറ്റ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ അവിടെ ആയിട്ട് ഈ ഇങ്ങനെ സൈഡിലായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയിലിടയിൽ ഇങ്ങനെ ചെറിയ എംബ്രോയ്ഡറി വർക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്, നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്കും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ വാട്സാപ്പിലെ ലിങ്കും ഒക്കെ താഴെ കൊടുത്തേനെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടമാവും, എന്തായാലും ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഇത് അടിക്കാൻ കൊടുക്കണം, അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാനിപ്പോൾ മോനെ മാറ്റിയിട്ട് റെഡിയാക്കി കിടത്തിയിട്ടുണ്ട്, ഓൻ്റെ ഡ്രസ്സ് ഇടലും പിന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ, കംപ്ലീറ്റ് ഓനെ റെഡിയാക്കി കിടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇനി ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറേ പേരായി ഇപ്പോൾ ചോദിക്കുന്നത് എൻ്റെ ഹിജാബ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഹിജാബ് ഇടൽ, പിന്നൊന്നും യൂസ് ചെയ്യാത്ത നോർമൽ ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ ഞാൻ ചെയ്യലുള്ളത്. പിന്നെ ആ ഉള്ളിലിട്ടിക്കുന്ന അണ്ടർസ്കാർഫ് ഉണ്ടല്ലോ, അത് ശരിക്കും അണ്ടർസ്കാർഫല്ല, ഞാൻ ടീഷർട്ട് ഇങ്ങനെ ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചതാണ്. ഇപ്പം വീഡിയോൻ്റെ പേർപ്പസിന് മാത്രമേ ഞാൻ അങ്ങനെ ഇടലുള്ളൂ, അല്ലാത്ത സമയത്ത് അണ്ടർസ്കാർഫൊന്നും യൂസ് ചെയ്യലില്ല കേട്ടോ. അപ്പം ഞാൻ തട്ടത്തിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിങ്ങനെ തലയിൽ വെച്ച് കൊടുത്തേണ്. ഒരു ഭാഗം ഷോർട്ടും ഒരു ഭാഗം ലോങ്ങും ആയിട്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് പിന്നെ എന്താ ഈ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ് എൻ്റെ സ്ഥിരമായിട്ടുള്ള ഹിജാബ് സ്റ്റൈൽ. ഞാൻ ആ ബായിൽക്കും പിന്നെ ഡ്രസ്സിൽക്കും അതുപോലെ ചുരിദാറിൽക്കൊക്കെ ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യലുള്ളത്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയിട്ടിടലുണ്ട്, ആ ഒരു സ്റ്റൈലും ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഷോളിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചാണ്. എന്നിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ആ ഭാഗം പോയിൻ്റ് ആക്കി കൊടുത്തേണ്, നെറ്റിൻ്റെ മേൽഭാഗം. പിന്നെ അതാ ഒരു ഭാഗം ഷോർട്ട് ഒരു ഭാഗം ലോങ്ങും ആണ് കേട്ടോ. ഇനി ഇതിങ്ങനെ ഈ സൈഡിലേക്ക് എടുത്തിട്ട് അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഞെറി വരും. അപ്പം അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിടും. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇതിൽക്കും നമുക്ക് പിന്ന് വേണമെന്നില്ല, കാരണം ഞാനിപ്പം ക്രിങ്കിൾഡ് കോട്ടൺ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് നല്ലോണം തലയിൽ നിൽക്കുന്ന മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നൊന്നും യൂസ് ചെയ്യലില്ല കേട്ടോ. അങ്ങനെ ഇപ്പം ഞാനും റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം സമയം ഒരു 11 മണിയൊക്കെ അയക്കുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ എന്തായാലും അറിയാമല്ലോ, എല്ലാം മാറ്റി പിടിച്ച് വരുമ്പോഴത്തേനും സമയം നേരം വൈകും. ഇപ്പോൾ ഫറൂഖ് എത്തിയപ്പം ഫ്രൂട്ട്സിൻ്റെ കട കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കേട്ടോ. നമുക്കിങ്ങനെ പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ചിപ്സും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം കാറിലിരുന്നിട്ട് നമ്മൾ കഴിക്കലില്ല, ഇങ്ങനത്തെ ഫ്രൂട്ട്സ് തന്നെയാണ് അധികവും കഴിക്കലുള്ളത് കേട്ടോ. അപ്പോൾ ഇമ്മ അത് വാങ്ങിക്കുന്നുണ്ട്. മോനെ ഞാൻ പിന്നെ ഇതാ ഈ ഒരു ക്യാരി കോട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇതിപ്പം കാറിലിങ്ങനെ കാർ സീറ്റ് പോലെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യൽ. അവനക്ക് നല്ല ഇഷ്ടമാണ് അതിൽ കിടക്കാനായിട്ട്.
മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ക്യാരിക്കോട്ട് കാണിച്ച സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു കുട്ടീനെ അതിലിടേണ്ട ആവശ്യമുണ്ടോ, കയ്യിലെടുത്ത് നടന്നാൽ പോരെ എന്നൊക്കെ. നമ്മളിപ്പോൾ കുറേ സമയം കുട്ടീനെ ഇങ്ങനെ കയ്യിലെടുത്ത് നടക്കുമ്പം നമുക്കും ഇടങ്ങേറാണ്, കുട്ടിക്കും അതേപോലെ കിടക്കാനൊന്നും സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ വെക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഫോറിൻ ബസാറിൽ ഐലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഈ ഐലാൻഡിൻ്റെ UAE ഔട്ട്ലെറ്റ് നോക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഓള് പറഞ്ഞിട്ടാണ് ഞാനിതിനെ പറ്റിയിട്ടൊക്കെ അറിയണത്. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഫോൺ എടുക്കുന്നതിനേക്കാളും ലാഭം ഉണ്ടാവുക പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ സമയത്താണ് ഓള് പറഞ്ഞത് എന്നാൽ പിന്നെ UAE ഇങ്ങോട്ടേക്ക് എത്തിച്ച് തരാമെന്ന്. അപ്പം എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം നമുക്ക് അത്രയും റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം UAE റേറ്റിനാണ് ഞാൻ ഈ ഫോൺ എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങൾക്കും കിട്ടും കേട്ടോ. ഇവർ UAE റേറ്റിന് നമുക്കിവിടെ നാട്ടിൽ ഫോൺ എത്തിച്ച് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുൾ എമൗണ്ട് ഒന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ EMI സൗകര്യമുണ്ട്. അതുപോലെ യൂസ്ഡ് ഫോൺസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം. ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും വിൽക്കണില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിപ്പം 13 Pro ആണ് കേട്ടോ എടുത്തത്. എനിക്ക് 14 Pro ഒക്കെ എടുക്കണമെന്നുണ്ടേനി, പിന്നെ അത്രക്കൊന്നും എൻ്റെ അടുത്ത് സേവിങ്സ് ആയിട്ടില്ലേനു. ഇതന്നെ ഞാനിങ്ങനെ കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാണ്. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു 13 Pro എടുക്കണമെന്ന്. ഒന്നാമത്തെ കാര്യം, ഇതിൽ വീഡിയോ എടുക്കുമ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസ് എത്തിച്ചേരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഫോൺ എടുക്കാനുള്ള കാരണം. എൻ്റെ അടുത്ത് ഇപ്പം കയ്യിലുള്ളത് 11 Pro ആണ്. അത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതേനു കേട്ടോ. അപ്പം ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പൈസക്ക് ഒരു ഫോൺ എടുക്കാന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഞാനും അനിയനും കൂടെ ഇപ്പോൾ അതെടുത്ത് അവിടുന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ UAE റേറ്റിന് ഐഫോൺസൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പറും പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നല്ല ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫോൺ വാങ്ങിച്ചതല്ലേ, അപ്പോൾ പിന്നെ ആദ്യം തന്നെ കേസ് ഇടാമെന്ന് വിചാരിച്ച്. ഇനി വെറുതെ ആ കേസ് ഇടാതെ സ്റ്റൈലാക്കി നടന്നിട്ട് കയ്യിൽ നിന്ന് വീണ് പൊട്ടണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ഈ ഒരു കേസാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് അനിയനക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്തത്. പിന്നെ ഇനി വേഗം കാറിലേക്ക് പോവാണ്. ഇമ്മനെയും നോഹിനെയും കാറിലിരുത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായത്. നോഹ് നല്ല ഉറക്കേനു. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞ് അവിടെ ഇരുന്നോളാന്ന്. പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോൾക്കാണ് കേട്ടോ പോകാൻ വിചാരിച്ചത്, ഹൈലൈറ്റ് മോളിലേക്ക്. അപ്പം അവിടെ എത്തിയപ്പം നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്. ഈ സ്ട്രോളർ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, അത് ഫിക്സ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല സ്ട്രോളറാണ്, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് 20 kg വരെയൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചത്. ആദ്യം ഇങ്ങനെ എന്താ പറയുക, കുറഞ്ഞ വിലൻ്റെത് വാങ്ങണമെന്നൊക്കെ ഉണ്ടേനി. പിന്നെ ഏതെങ്കിലും വാങ്ങിക്കല്ല, അപ്പം നല്ല തന്നെ ആയിക്കോട്ടെ വിചാരിച്ച്. പിന്നെ ഞങ്ങളിപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഉമ്മ ദോശയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഈ നാടൻ ടൈപ്പ് ഭക്ഷണമാണ് കേട്ടോ ഇഷ്ടം. ദോശ അല്ലെങ്കിൽ മീൽസ് അങ്ങനെയൊക്കെ. ഞാനും അനിയും പിന്നെ KFC ആണ് പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും ഫോൺ എടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ ചിലവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ KFC കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, ഇഷ്ടമാണ്. പക്ഷേ കൂടുതലും നാടൻ ടൈപ്പ് ഭക്ഷണങ്ങളാണ് ഉമ്മക്ക് ഇഷ്ടം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിച്ചിട്ടുണ്ടേനു, നല്ല ടേസ്റ്റ് ഉണ്ടേനി. നോഹ അങ്ങനെ നമ്മൾ പുറത്ത് പോയാലൊന്നും ഭയങ്കരമായിട്ട് അങ്ങനെ ഇടങ്ങേറാക്കലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആക്കൊരു കളിയാണ്. അതായത് ഞാൻ കയ്യിൽ ഭക്ഷണമാക്കി കഴിഞ്ഞാൽ ഇവനിങ്ങനെ ഇളകിയിട്ട് ഒരു ഡിസ്കംഫർട്ടായിട്ടുള്ള പോലെ ഇങ്ങനെ കാണിക്കും കേട്ടോ. പിന്നെ ഓനെടുത്ത് നടക്കണം. അപ്പം ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സീന് മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ചിങ് റൂമിൽ വന്നതാണ് കേട്ടോ. ഇപ്പം മോനായതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ സെറ്റപ്പുകൾ ഉണ്ടെന്ന് അറിയണത് തന്നെ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കിനും ആൾ നല്ല ഉറക്കമാണ്. പിന്നെ ഇനി ഞങ്ങൾ വേഗം നെസ്റ്റോലൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. കാര്യമായിട്ട് അങ്ങനെ സാധനമൊന്നും വാങ്ങിക്കാനില്ല, എന്നാലും വെറുതെ ഒന്ന് നെസ്റ്റോയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. നമുക്കൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ ഈ ഹൈലൈറ്റ് മാളിൽ വരുമ്പോൾ അധികം നമ്മൾ വെറുതെ നെസ്റ്റോയിൽ കയറുക, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യലുണ്ട്. എനിക്ക് പിന്നെ ഈ ഓഫർ കമ്പയർ ചെയ്ത് നോക്കുന്ന പരിപാടിയുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് അവിടുത്തെ പ്രൈസ് നോക്കും, പിന്നെ ഓൺലൈനിലുള്ള പ്രൈസ് നോക്കും. ഇപ്പം അധികം ഈ പാമ്പേഴ്സ് ഉണ്ടല്ലോ, ഡയപ്പേഴ്സിൻ്റെ ഓഫേഴ്സാണ് ഞാൻ അധികം നോക്കൽ. കാരണം നമ്മളെ കുറേ പൈസ പൊട്ടുക ആ ഡയപ്പർ വാങ്ങിയിട്ടാണല്ലോ. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ വില കുറവാണ്, പക്ഷേ എന്നാലും ഓൺലൈനിലാണ് കുറച്ചും കൂടെ മെച്ചെന്ന് എനിക്ക് തോന്നിയേക്കുന്നിട്ടാ. ഇനി പ്രൊഡക്റ്റിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അധികം ഇപ്പോൾ നോയിന് ഓൺലൈനായിട്ട് തന്നെയാണ് എല്ലാം വാങ്ങിക്കലുള്ളത്. അപ്പം ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം നല്ല ഓഫറിൽ കണ്ടീന്. അപ്പം ഇമ്മ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്.
ഇതിങ്ങനെ വെറുതെ നോക്കി വരുമ്പം എല്ലാം നമുക്ക് ആവശ്യമുള്ള പോലെ തോന്നും, എല്ലാത്തുനിന്നും ഓരോന്നോരോന്ന് എടുത്തിടാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടറൊക്കെ തീർന്നിട്ടുണ്ടേനു, അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് യോഗട്ട് വേണേനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി റെഡിയാക്കി വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലത്തെ നഗറ്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു സമയത്ത് ഇനി വെറുതെ അതും കൂടെ തിന്നിട്ട് തടി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണല്ലോ ഈ മീനിങ്ങനെ ഐസിട്ട് വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ നമുക്കൊരു റെസിപ്പി ചെയ്യാനുണ്ടേനു, ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ സ്കിന്നോട് കൂടുള്ളത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം. പക്ഷെ അത് മാത്രം കിട്ടിയില്ല എന്നുള്ളതാട്ടോ സത്യം. ചിക്കൻ സ്കിന്നോട് കൂടുള്ളത് ഒറ്റൊന്നു പോലും ഇല്ലേനു. അപ്പോൾ പിന്നെ സ്കിന്നില്ലാത്തത് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രസഗുള്ള, ഗുലാബ് ജാമുൻ അതൊക്കെ നല്ല രസമാണ്. അതുപോലെ കുബൂസ്, അതാണ് നമ്മളിവിടെ വന്നാൽ മെയിനായിട്ട് വാങ്ങിക്കലുള്ളത്. ഒരു 3-4 പാക്കറ്റ് കുബൂസൊക്കെ വാങ്ങിക്കും, നല്ല ടേസ്റ്റാണല്ലോ. പക്ഷേ ഇവിടുത്തെ സാൻഡ്വിച്ചും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. കാരണം അതൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പോലെ തോന്നലുള്ളത്. അധികം നമ്മൾ ആ ഫുഡിൻ്റെ ഏരിയയിലാണ് കേട്ടോ നിന്ന് കറങ്ങൽ. ഇവിടുത്തെ ബിരിയാണിയും നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ മുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനു. പിന്നെ അതപ്പോൾ ഇനിങ്ങനെ വെറുതെ നോക്കുകയാണ് എന്തിനെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോയെന്ന്. ഞാൻ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വെറ്റ് വൈപ്പിൻ്റെ പാക്ക് നോക്കുകയാണ് കേട്ടോ. അധികവും ഞാൻ ജോൺസൻ്റെതാണ് ബാഗിൽ വെക്കലുള്ളത്, കാരണം അതിൽ നല്ലോണം ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ലിക്വിഡ് ഇല്ലാത്തതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ആക്കാൻ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ പുറത്തെത്തിക്കുന്നത്. അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും സമയം ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിന്ന് കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹോസ്പിറ്റലിലും പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ പ്ലാന് ക്യാൻസലാക്കിയേ, കാരണം ഇത്ര ലേറ്റായിട്ട് ഇനിയിപ്പം ഡോക്ടേഴ്സൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞ് ഔട്ടിംഗ് വീഡിയോ ആണ്. പിന്നെ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്